മലയിൽ കുടുങ്ങി. ഞാൻ ഇങ്ങനെ പിടിക്കാനല്ല, അവിടെ ഇരിക്കുമായിരുന്നേ. ഞാൻ എടുക്കാനായിട്ട് വന്നായിരുന്നു. എന്നിട്ട് വലയിൽ. അപ്പോഴേ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ചെടി കണ്ടോ? നല്ല പച്ച കളറ്, വലിയ നീളമുള്ള ഇലയുമായിട്ട്. അതിൻ്റെ തണ്ട് കണ്ടു പൂവുണ്ടായിരിക്കുന്നത്. എന്തൊരു നീളമാ, ഭാരവുമുണ്ട്. പൂങ്കലം ഉണ്ടോ? നല്ല വെള്ളയും നല്ല മജന്ത കളറുമായിട്ട്. എന്ത് ഭംഗിയല്ലേ നോക്ക്. മഴ കാരണം അതിൻ്റെ രണ്ടൊന്ന് പൂക്കൾ അഴുകിപ്പോയി. എന്നാലും മഴ കാരണം അതിൻ്റെ ഭാരം കൊണ്ട് ഇങ്ങനെ നിലത്തോട്ട് ചാഞ്ഞ് കിടക്കുമായിരുന്നു. ഞാനിപ്പോഴാണ് കണ്ടത്. എന്നിട്ട് അവിടെ ഒരു സ്റ്റാൻഡുണ്ട്, അതിലേക്ക് ചായച്ചു വെച്ചു. എന്ത് വലുപ്പമാണെന്ന് നോക്കിക്കേ. ഇതിനെ ഉള്ളിച്ചെടി എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റൊരു കപ്പ് ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ എൻ്റെ ബൊഗെയിൻ വില്ലകൾക്കിടയിലൂടെ നടക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഞാനിത് നടത്തമുണ്ടെന്ന്. ഇപ്പം നടത്തമൊന്നുമില്ല കേട്ടോ. ഇതിപ്പം വീട്ടിൽ കൂടിയുള്ള നടത്തുവേ. അപ്പം അന്ന് 3-4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു. ഇപ്പോൾ ഇതെൻ്റെ വീടാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ ദൃശ്യങ്ങളാണിത്. എൻ്റെ വീടും മുറ്റമൊക്കെ മതി എനിക്ക് പ്രഭാത നടത്തത്തിൻ്റെ എല്ലാവിധ ഗുണങ്ങളും എനിക്ക് കിട്ടും. ഉണ്ടോ? ബൊഗെയിൻവില്ലയുടെ വലിയൊരു കേന്ദ്രം തന്നെയുണ്ട് എനിക്കിപ്പോൾ. പക്ഷെ മഴ പെയ്തുകൊണ്ട് കുറച്ചൊക്കെ അങ്ങ് ഫെയ്ഡായി. എന്നാലും വെയിൽ നന്നായിട്ട് തെളിയുമല്ലോ, അതുകൊണ്ട് വീണ്ടും അത് ഉണർന്നു വരും. എവിടുന്നോ കുയിലിൻ്റെ കാർച്ച വെക്കുന്നുണ്ട്, പക്ഷെ കുയിലിനെ കാണാൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതിനകത്ത് എവിടെയോ കുയിലുണ്ടേ, പക്ഷേ കുയിലിനെ കാണാൻ കിട്ടുന്നില്ല. എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് കാണുന്നേയില്ല. മഴ പെയ്തുകൊണ്ട് മരങ്ങൾക്കെല്ലാം നല്ല ഉന്മേഷമാണ്. റബ്ബർ തോട്ടം എന്ന് പറയാൻ പറ്റില്ല. അതെന്തെല്ലാം ഞാൻ നോക്കിക്കേ. ഒരു കുടപ്പന നിൽക്കുന്നുണ്ട്, എവിടെയോ കുയിലിരിപ്പുണ്ട്. അത് കരയുന്നുണ്ട്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. കൊക്കോയും മിക്സഡ് കൃഷിയാകട്ടോ. ഇത് റബ്ബർ തോട്ടമാണ്. മഴ പെയ്തുകൊണ്ട് എല്ലാത്തിനും ഇപ്പോൾ ഒരു ഉന്മേഷം വന്നിട്ടുണ്ട്. കാടും പടലുമൊക്കെ കയറി തുടങ്ങി. റബ്ബർ മരങ്ങളെക്കാളും വണ്ണം ഈ വലിയ വേറെ അതിൻ്റെ ഇടയ്ക്ക് കുറേ മരങ്ങളുണ്ട്. അതാണ് വെയിൽ പോയിട്ട് മഴ വന്നപ്പോഴത്തെ പ്രകൃതിയുടെ മാറ്റം കണ്ടോ. പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് ഇതാ കുടപ്പന കേട്ടോ. എന്തോ വലുപ്പമാണെന്ന് നോക്കിയത്. ഞാൻ ഇച്ചിരി ദൂരെ നിന്നാണേ ഇത് കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നിൽക്കുന്നത് കാണുന്നില്ല. ഇന്ന് ഈ കുടപ്പനയൊന്നും കാണാനേ ഇല്ല. അങ്ങനെ എൻ്റെ ക്യാറ്റ്സ് ക്ലോ കണ്ടോ. ക്യാറ്റ്സ് ക്ലോ ഇന്ന് നിറഞ്ഞു പൂത്തിട്ടുണ്ട്. ഒരു ദിവസത്തെ ആയുസ്സിൽ തിളങ്ങി നിൽക്കുന്ന ക്യാറ്റ്സ് ക്ലോ കണ്ടോ. മഞ്ഞപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ക്യാറ്റ്സ് ക്ലോ. എല്ലാവരുടെ മുറ്റത്തിൽ ഇപ്പോൾ ക്യാറ്റ്സ് ക്ലോയും കൂടെ ആയിക്കാണും. ബൊഗെയിൻവില്ലയും ക്യാറ്റ്സ് ക്ലോയും അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും കണ്ടോ. ഇനി വൈകുന്നേരത്തെ നടത്തം ഇതാണ് കേട്ടോ. വൈകുന്നേരം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എൻ്റെ വീടിന് മുറ്റത്ത് എൻ്റെ കൂടെ ഓടാൻ 2 പേരുണ്ട്, നോക്കിയായും ടൈഗുവും. 2 പേരും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. ടൈഗുവിനെ ഞാൻ അഴിച്ചു വിട്ടേക്കുവാണേ. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ നേരത്തെ നടത്തം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഞാനൊരു പ്രഭാത നടത്തക്കാരിയല്ല. അങ്ങനെ 3-4 ദിവസം ഒരാഴ്ച എനിക്ക് എടുത്തിട്ട് നിൽക്കേണ്ട വന്നു. അപ്പം അങ്ങനെ നടന്നപ്പോൾ ബോറടിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുമായിരുന്നേ. അമ്മ ഹോസ്പിറ്റലിലാണ്. അപ്പം അങ്ങനെ ഞാൻ അതിലെ നടന്നതാണ്. അന്നേരം കണ്ട കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചത്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലത്തെ കാഴ്ചകളാണ് കേട്ടോ. എൻ്റെ ടൈഗുവിനെ കണ്ടോ, ഞാൻ പിടിച്ചു. അവനെ ഇനി കൂട്ടിക്കയറിനെ ഭയങ്കര പാടാണ്. വൈകുന്നേരം നശിച്ചു വിടും. അവൻ പിടിച്ചു പോയി. അവനെ പിടിക്കാൻ ഭയങ്കര പാടാണ്. അവന് കയ്യിൽ നിന്ന് പിടിച്ചു. ഓടാണ്ട് വരുന്നത് ഓട്ടമെന്ന് പറഞ്ഞാൽ എന്താ ഓട്ടാന്ന് അറിയാം. അവന് 6:30 ഞാനിനി ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പതിയെ അവൻ എൻ്റെ അടുത്ത് വരും. അതിന് മുമ്പേ അവനെ കയറ്റാൻ നോക്കിയാൽ അവനൊരു കാരണവശാലും കയറത്തില്ല. പക്ഷേ ഒരു ചെടിയോ ഒന്നും ഈ ഓട്ടമൊക്കെ ഓടുമ്പോഴുണ്ടല്ലോ, ഒരു ചെടിയോ ഒന്നും മറിച്ചെടുത്തില്ല കേട്ടോ. അവനറിയാം ഞാൻ സംരക്ഷിക്കുന്ന. അതുകൊണ്ട് ഇതിലെ ഇങ്ങനെ നടക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എൻ്റെ ഊഞ്ഞാലയിൽ സിറ്റൗട്ടിലെ ഊഞ്ഞാലയിൽ പിന്നെ കുഷ്യനും
അതെല്ലാം എടുത്തുകൊണ്ട് വരും. ഓരോന്ന് എടുത്തുകൊണ്ട് വന്ന് ചെരുപ്പും ഒക്കെ എടുത്തുകൊണ്ട് വരുവേ ഇടയ്ക്ക്. അപ്പം ഇടയ്ക്ക് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവന് വരും. പിന്നെ എൻ്റെ നോക്കി അവൻ്റെ പുറകെ ഓട്ടമായിരുന്നു. അപ്പോൾ അവൻ്റെ എടുത്തുകൊണ്ട് ഞാൻ അവളെ എടുത്തുകൊണ്ട് വന്നത്. ഇനി അവളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ഇരുത്തി കഴിയുമ്പം ഞാൻ അവളെ ഇങ്ങനെ താലോലിക്കുന്ന കാണുമ്പോൾ അവന് ഒരു ശകലം കുശുമ്പ് വരും. അപ്പോൾ അവനെൻ്റെ അടുത്ത് വരും. അന്നേരം അങ്ങനെ അവനെ പിടിക്കാം. പിടിച്ചിട്ടിട്ടേ എനിക്കിനി വേറെ ജോലിയുണ്ട്, അതുകൊണ്ടാണ്. അവൻ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അവനിനി ഇങ്ങനെ നോക്കി നിന്ന് പതിയെ എടുത്ത് വരുന്നുണ്ട്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ഓടും. പക്ഷെ അവനറിയാം ഇന്നേ ശരിക്കും അധികം വെള്ളം ഒഴിക്കാനില്ല, കാരണം മഴയൊക്കെ പെയ്തുകൊണ്ടേ. അവന് അധികം ഒന്ന് രാവിലെ ഒന്ന് പിടിക്കാൻ നോക്കുക. അവനിട്ട് അവന് മനസ്സിലായ കാര്യം, അവനെ പിടിക്കാനാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഇവരുടെ പുറകേക്ക് ഓടി 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 എൻ്റെ ഈവനിങ് നടത്തവും കഴിയും കേട്ടോ.